കേരളത്തിന്റെ തെക്കേ അറ്റത്ത് അറബിക്കടലിന്റെ തിരമാലകൾ താളം പിടിക്കുന്ന കൊല്ലം ജില്ലയിലെ ചവറ എന്ന ഗ്രാമപ്രദേശത്ത് ദേശീയപാതയ്ക്ക് അരികിലായി ഒരു അത്ഭുതം കുടികൊള്ളുന്നുണ്ട്. ചരിത്രവും ഐതിഹ്യവും മനുഷ്യന്റെ വേഷപകർച്ചകളും ഒന്നുചേരുന്ന കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം വെറുമൊരു ആരാധനാലയം എന്നതിലുപരി പുരുഷൻ സ്ത്രീയായി മാറുന്ന ലിംഗഭേദത്തിന്റെ അതിർവരമ്പുകൾ ഭക്തിയുടെ അഗ്നിനാളങ്ങളിൽ ഉരുകിത്തീരുന്ന ഒരു വിസ്മയ ഭൂമിയാണിത്. മീനമാസത്തിലെ രാത്രികളിൽ കയ്യിൽ വിളക്കേന്തി നിൽക്കുന്ന ആയിരക്കണക്കിന് സുന്ദരിമാരായ പുരുഷന്മാർ ലോകത്തിന് നൽകുന്ന സന്ദേശം അത്യന്തം ഗഹനമാണ്. കൊറ്റൻകുളങ്ങര സ്ഥിതി ചെയ്യുന്ന ചവറ ഇന്ന് വ്യവസായവൽകൃതമായൊരു പ്രദേശമാണെങ്കിലും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടം നിബിഡമായ കാടുകളാൽ സമൃദ്ധമായിരുന്നു. ക്ഷേത്രത്തിന്റെ ഘടനയിൽ തന്നെ ഈ വന്യത നമുക്ക് ദർശിക്കാം. കേരളത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കൊറ്റൻകുളങ്ങരയിലെ ശ്രീകോവിലിന് മുകളിൽ മേൽക്കൂരയില്ല. ആകാശത്തിന് താഴെ വെയിലും മഴയും ഏറ്റുവാങ്ങി പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ദേവി ചൈതന്യം പ്രപഞ്ചശക്തിയുടെ അനന്തതയെ സൂചിപ്പിക്കാൻ എന്നോണം പ്രകൃതിയുടെ തുറസായ ഇടത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആദിപരാശക്തിയാണ് കൊറ്റൻകുളങ്ങര അമ്മ. ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് തലമുറകളായിട്ട് കൈമാറി വരുന്ന ഒരു മനോഹരമായ ഐതിഹ്യമുണ്ട്. ഒരു കാലത്ത് ഈ പ്രദേശം ഇടയന്മാരുടെ മേച്ചിൽപ്പുറമായിരുന്നു. പശുക്കളെ മേയ്ക്കാനെത്തിയ ബാലന്മാർക്ക് കാടിനുള്ളിലെ ഒരു കുളത്തിനരികിൽ നിന്ന് ഒരു നാളികേരം ലഭിച്ചു. കളിതമാശകൾക്കിടയിൽ അവർ ആ നാളികേരം അടുത്ത് കണ്ട ഒരു കല്ലിൽ അടിച്ചു പൊളിക്കാൻ ശ്രമിച്ചു. എന്നാൽ കല്ലിൽ ആയുധം തട്ടിയതും അതിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഭയന്നുപോയ ബാലന്മാർ മുതിർന്നവരെ വിവരമറിയിച്ചു. തുടർന്ന് നടന്ന പ്രശ്നചിന്തയിലാണ് ആ ശിലയിൽ വനദുർഗ ചൈതന്യം കുടികൊള്ളുന്നുവെന്ന് തിരിച്ചറിഞ്ഞത്. ഈ ബാലന്മാരായിരുന്നു ക്ഷേത്രത്തിലെ ആദ്യത്തെ പൂജാരിമാർ. അവർ തങ്ങൾ കണ്ടതും അറിഞ്ഞതുമായ രീതിയിൽ ദേവിയെ ആരാധിക്കാൻ തുടങ്ങി. അക്കാലത്ത് സ്ത്രീകൾ ഭക്തിപൂർവ്വം വിളക്കേന്തുന്നതും പൂമാലകൾ അർപ്പിക്കുന്നതും കണ്ടിരുന്ന ഈ ആൺകുട്ടികൾ അതേ രീതിയിൽ ദേവിയെ പ്രീണിപ്പിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ ആൺകുട്ടികൾക്ക് അത് എങ്ങനെ സാധ്യമാകും? അവർ പെൺകുട്ടികളുടെ വേഷം ധരിക്കാനും പൂക്കളും വിളക്കുമായി ദേവിയെ വലം വെക്കാനും തീരുമാനിച്ചു. ഈ നിഷ്കളങ്കമായ ഭക്തിയിൽ പ്രീതയായ ദേവി അവർക്ക് ദർശനം നൽകിയെന്നാണ് വിശ്വാസം. ആ ഐതിഹ്യത്തിന്റെ സ്മരണ പുതുക്കാനാണ് ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് കൊറ്റൻകുളങ്ങരയിലെത്തുന്നത്. എനിക്ക് ഇവിടെ ആദ്യം ബാംഗ്ലൂർ സീറ്റ് എടുത്തായിരുന്നു നേഴ്സിംഗ്. അപ്പം അങ്ങനെ എടുത്ത് അങ്ങനെ കുറച്ച് കാശ് പോയായിരുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ LBS കൊടുത്തിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ നേരം നമ്മൾ കിട്ടുവാണെങ്കിൽ വിളക്കെടുക്കാന്ന് പറഞ്ഞു. എനിക്കിവിടെ തന്നെ കിട്ടി, ചവറ തന്നെ. ഇവിടെ മുമ്പ് MMBM സ്കൂളായിരുന്നു. അപ്പം കുറെ നാൾ അടച്ചിട്ടിരുന്നായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം ഇപ്പൊ പുതിയതായിട്ട് നമ്മുടെ MLA വന്ന് ഇവിടെ പുതിയ നഴ്സിംഗ് കോളേജ് തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഇതിൽ തന്നെ കിട്ടി. അങ്ങനെ ഇല്ല, ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ആദ്യം എൻ്റെ 5 വയസ്സിന് മുമ്പ് എടുത്തിട്ടുണ്ട്. എൻ്റെ മോനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വിളക്കെടുക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം എന്ന് പറയുമ്പോൾ 5 വയസ്സിന് മുന്നെയാണ് വിളക്കെടുത്തത്. അത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു. ഒരു ആൺകുട്ടിയെ കിട്ടിയ ദേവിയുടെ മുന്നിൽ മോനെ കൊണ്ട് വിളക്കെടുപ്പിക്കാം നേർച്ചയാണ്. ഇതിപ്പം മോനും നേർന്നു, ഞാനും നേർന്നു. അതായത് മോൻ നേർന്നത് ഞാൻ അറിയുന്നില്ല. കാര്യം പറയുമ്പോൾ മോന് BSc നേഴ്സിംഗിന് വേണ്ടി ബാംഗ്ലൂരിൽ അഡ്മിഷന് വേണ്ടി പോയതാണ്. ഈ ബാംഗ്ലൂരിലൊക്കെ പറഞ്ഞു വിടുക എന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടാണ്. അവിടെ നാട്ടിൽ ബാംഗ്ലൂരിലൊക്കെ നടക്കുന്ന ഒരുപാട് ചീറ്റും കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല പത്രങ്ങളിലൊക്കെ. ഈ അടുത്ത അതായത് ഇവർ അഡ്മിഷൻ എടുത്ത സമയത്ത് തന്നെ ആചാര്യ എന്ന് പറയുന്നൊരു കോളേജിലാണ്. അവിടെ ലോക്കൽസ് ഈ കുട്ടികളുടെ നായകനകത്ത് മറ്റ് മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ വെച്ച് ഫാമിലിയെ ചീറ്റ് ചെയ്തൊരു സ്വഭാവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടപ്പോൾ തന്നെ മാനസികമായിട്ട് വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം നാട്ടിൽ കേരളത്തിൽ എവിടെയെങ്കിലും നമുക്കൊരു സീറ്റ് കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ ദേവിയുടെ എല്ലാ ഞങ്ങളുടെ അതായത് പ്രാർത്ഥന കൊണ്ട് ദേവി അനുഗ്രഹിച്ചു തന്ന ഒരു ഇതായിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. അതെ, വീടിനടുത്തെന്ന് പറഞ്ഞാലും പോരാ, നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് കേരളത്തിൽ എവിടെയെങ്കിലും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. വീട്ടിൽ നിന്ന് നമുക്ക് മറ്റേ അക്കോമഡേഷൻ പ്രത്യേകിച്ച് കാശൊന്നും വേണ്ട. വീട്ടിൽ പോയി വരുന്നതിന് 15 മിനിറ്റ് വരും. അത് പിന്നെ വലിയൊരു ഭാഗ്യമാണ്. ദേവിയുടെ വലിയ കടാക്ഷമാണ് ഞങ്ങൾ കാണും. ദേവിയോട് കടപ്പെട്ടിരിക്കുന്നു. സന്തോഷം. എൻ്റെ പേര് ബിന്ദുകുമാർ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, മോളായിരുന്നു മൂത്തത്. അപ്പോൾ പിന്നെ ഒരു മോനെ കിട്ടുന്നതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചു, മോനെ വിളക്കെടുത്തേക്കാന്ന്. അങ്ങനെ 5 ദിവസം മുമ്പ് വിളക്കെടുത്തിട്ടുണ്ടായിരുന്നു. ദേവിയൊക്കെ അഡ്മിഷൻ കിട്ടി. അപ്പോൾ അത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെ
പിന്നെ ഇപ്പോഴാണ് മോന് 25 വയസ്സ്. ഇത് മോള്. മീനമാസത്തിലെ 10, 11 തീയതികളിലാണ് കൊറ്റൻകുളങ്ങരയെ ആഗോള പ്രശസ്തമാക്കുന്ന ചമയവിളക്ക് ഉത്സവം നടക്കുന്നത്. ഇതൊരു വെറും വേഷം കെട്ടലല്ല, മറിച്ച് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളുടെ പൂർത്തീകരണമാണ്. ചമയവിളക്കെടുക്കുന്ന ഭക്തൻ ദിവസങ്ങളോളം വ്രതശുദ്ധിയോടെ ഇരിക്കണം. ഉത്സവ ദിവസം ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം തയ്യാറാക്കിയ ചമയപ്പുരകൾ ഒരുങ്ങും. അവിടെ പട്ടുസാരികളും ആഭരണങ്ങളും മുല്ലപ്പൂക്കളും മേക്കപ്പ് സാമഗ്രികളുമായി പുരുഷന്മാർ ഒത്തുകൂടുന്നു. സ്ത്രീകളിൽ പോലും അസൂയ ജനിപ്പിക്കുന്ന രീതിയിലുള്ള വേഷപകർച്ചയാണ് അവിടെ നടക്കുന്നത്. മീനമാസത്തിലെ അസ്തമയ സൂര്യൻ ക്ഷേത്രമുറ്റത്തെ തഴുകി മായുമ്പോൾ ആയിരക്കണക്കിന് പുരുഷന്മാർ സുന്ദരിമാരായ സ്ത്രീകളായി രൂപാന്തരപ്പെടുന്നു. ചിലർ തങ്ങളുടെ ഭാര്യമാരുടെയും അമ്മമാരുടെയും സഹായത്തോടെയാണ് ഈ വേഷം ധരിക്കുന്നത്. തന്റെ ഭർത്താവിനെയോ മകനെയോ അണിയിച്ചൊരുക്കുന്ന സ്ത്രീയുടെ മുഖത്തെ പുഞ്ചിരിയും ആ വേഷത്തിൽ ദേവിക്ക് മുന്നിൽ വിളക്കേന്തുന്ന പുരുഷന്റെ ഭക്തിയും ചേരുമ്പോൾ അവിടെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയായത് മാറുന്നു. താൻ പുരുഷനാണെന്ന അഹംഭാവം വെടിഞ്ഞ് പ്രപഞ്ചത്തിന്റെ മാതൃത്വത്തിന് മുന്നിൽ കീഴടങ്ങുന്ന ഒരു മനഃശാസ്ത്രം ഇതിനു പിന്നിലുണ്ട്. ഭക്തിക്ക് ലിംഗഭേദമില്ലെന്നും ഏതു വേഷത്തിലും ഭാവത്തിലും പ്രപഞ്ചശക്തിയെ സമീപിക്കാമെന്നും കൊറ്റൻകുളങ്ങര നമ്മെ പഠിപ്പിക്കുന്നു. കൊറ്റൻകുളങ്ങര ഉത്സവത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് കുരുത്തോല പന്തൽ. സാധാരണ പന്തലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രകൃതിദത്തമായ വസ്തുക്കൾ കൊണ്ട് മാത്രം നിർമ്മിക്കുന്ന ഒന്നാണിത്. ആണിയോ കയറോ ഉപയോഗിക്കാതെ മുറിച്ചെടുത്ത് കമുക്, വാഴ, തെങ്ങിന്റെ കുരുത്തോല എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ താൽക്കാലിക ശ്രീകോവിൽ ഒരു വാസ്തുവിദ്യാ വിസ്മയമാണ്. മണ്ണിൽ സ്പർശിക്കാതെ മുറിച്ചെടുത്ത വസ്തുക്കൾ ഉപയോഗിക്കണമെന്നത് ഇതിന്റെ പവിത്രത വർദ്ധിപ്പിക്കുന്നു. ഉത്സവ ദിവസം വൈകുന്നേരം വയലുകളിൽ നിന്ന് ദേവിയുടെ കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. കൂറ്റൻ കെട്ടുകുതിരകളും ഇരട്ട കാളകളും വൈദ്യുതാലങ്കാരങ്ങളാൽ തിളങ്ങുന്ന പ്രഭാമണ്ഡലങ്ങളും ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഗജവീരന്മാർ അണിനിരക്കുമ്പോൾ കയ്യിൽ 5 തിരിയിട്ട വിളക്കേന്തി നിൽക്കുന്ന സ്ത്രീവേഷധാരികളുടെ നിര കിലോമീറ്ററുകളോളം നീളുന്നു. ആ കാഴ്ച ഏതൊരു ഭക്തനെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. രോഗശാന്തിക്കും കുടുംബത്തിലെ തടസ്സങ്ങൾ മാറുന്നതിനും ജോലി ലഭിക്കുന്നതിനുമായി ഭക്തർ ചമയവിളക്ക് നേർച്ചയായി നേരുന്നു. ആദ്യമായി വിളക്കെടുക്കുന്ന കുട്ടികൾ മുതൽ 70, 80 വയസ്സുള്ള വയോധികർ വരെ ഈ ആചാരത്തിൽ പങ്കുചേരുന്നു. ദേവിക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന വിശ്വാസം ഇവിടെ അനുവർദ്ധമാകുന്നു. പുലർച്ചെ 5:30 ക്ഷേത്രകുളത്തിൽ നടക്കുന്ന ആറാട്ടോടെയാണ് പ്രധാന ചടങ്ങുകൾ അവസാനിക്കുന്നത്. ആറാട്ട് കഴിഞ്ഞ് മടങ്ങുന്ന ദേവി ഈ കുരുത്തോല പന്തലിൽ വിശ്രമിക്കുന്നു എന്നാണ് സങ്കല്പം. കൊറ്റൻകുളങ്ങര ക്ഷേത്രം ഇന്ന് വെറുമൊരു പ്രാദേശിക ആരാധനാലയമല്ല. കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിലും സാംസ്കാരിക ചരിത്രത്തിലും ഇതിന് വലിയ സ്ഥാനമുണ്ട്. വിദേശികൾ പോലും ഈ വിസ്മയം കാണാൻ ചവറയിലെത്തുന്നു. ചവറ, പുതുക്കാട്, കുളങ്ങര ഭാഗം, കോട്ടയ്ക്കകം എന്നീ 4 കരകളുടെ കൂട്ടായ്മയാണ് ഈ ഉത്സവത്തിന് ചുക്കാൻ പിടിക്കുന്നത്. സാമൂഹികമായ ഐക്യത്തിന്റെ കൂടി പ്രതീകമാണ് ഈ ഉത്സവം. എങ്കിലും ആധുനിക കാലത്തിന്റെ ആഡംബരങ്ങൾക്കിടയിലും ക്ഷേത്രത്തിന്റെ തനതായ ഐതിഹ്യവും ആചാരങ്ങളും ചോർന്നു പോകാതെ സംരക്ഷിക്കപ്പെടുന്നുവെന്നത് പ്രത്യാശ നൽകുന്ന കാര്യമാണ്. വനദുർഗയുടെ മുന്നിൽ നാം ധരിക്കുന്ന വേഷങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ നിഷ്കളങ്കമായ ഭക്തിയാണ് പ്രധാനമെന്ന് കൊറ്റൻകുളങ്ങര ഓരോ വർഷവും വിളിച്ചു പറയുന്നു. ഞാനിപ്പോ 2 വർഷമായി. കഴിഞ്ഞ വർഷം എടുത്ത്, ഈ വർഷം എടുത്തു. പിന്നെ കുറെ നാൾ മുമ്പാണ് എടുത്തത്. അപ്പൊ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വീണ്ടും എന്നെ കൊണ്ട് എടുപ്പിക്കണം. അപ്പൊ വീണ്ടും എടുപ്പിച്ചു. 3 വർഷം. വിശ്വാസം ഇപ്പം പണ്ട് ഇവിടെ ഇങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നല്ലോ. അപ്പം ഈ ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വേഷം കെട്ടി ഇവിടുത്തെ ദേവിയെ കാണാൻ വരുന്നതായിരുന്നു വിശ്വാസം. അപ്പം ആ ഒരു വിശ്വാസം തലമുറകളായി വന്ന് ഇപ്പം ഞങ്ങളുടെ തലമുറയിലും ഉണ്ട്. ഇപ്പം ഇങ്ങനൊരു പരിപാടിയിൽ ചേരാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട്. ദേവിയെ കാണാൻ പറ്റി, എല്ലാരെയും കണ്ട് സന്തോഷമായി. സുഹൃത്തുക്കളില്ല, വീട്ടിനടുത്ത് എൻ്റെ അനിയനുണ്ട്. മേക്കപ്പ് ചേച്ചി അമ്മയോടാ ചെയ്തത്. അമ്മ. എന്റെ പേര് പവൻ. ഞാൻ എന്റെ ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മക്കൾ പിടിച്ചോ.
ഇവിടെ പൊതുവെ ഈ പുരുഷന്മാർ വിളക്കെടുക്കുന്ന ഒരു ഐതിഹ്യം മാത്രമല്ല, ഒരുപാടുള്ള ഒരു വികാരമാണ് ഈ വിളക്കെടുപ്പ് എന്ന് പറയുന്നത്. ഒരു ആൺകുട്ടിയാണെങ്കിൽ ഇവിടെയുള്ള മെജോറിറ്റി ആൾക്കാർ വിളക്കെടുപ്പിക്കാറുണ്ട്. അത് എല്ലാവർക്കും പെൺപിള്ളേരെ ഒഴിക്കില്ല. ഇവിടെ ദേവിക്ക് മുമ്പിൽ അന്ന് ആണുങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു, പുരുഷന്മാർ മാത്രമേ ഉള്ളായിരുന്നു വിളക്കെടുക്കാം. അപ്പൊ ആ ഒരു ഇത് വെച്ച് ഇപ്പൊ എല്ലാവരും വന്ന് കുഞ്ഞൊട്ട് ചെറുതൊട്ട് ഇപ്പൊ 3 വയസ്സുള്ള ആളാണ് അത് ഒത്ത് പിന്നെ ഓരോ ആഗ്രഹങ്ങൾ വെച്ച് എടുക്കുന്നവരുണ്ട്, അല്ലാതെ വന്ന് എടുക്കുന്നവരുണ്ട്. പിന്നെ പറ്റുന്നിടത്തോളം കാലം എല്ലാവരും വിളക്കെടുപ്പിക്കാറുണ്ട്. ഇയാൾക്കൊരു സർജറി ഉണ്ടായിരുന്നു, ഇത് മക്കളാണ്. അപ്പം അതുകൊണ്ട് അന്ന് നേർന്നതാണ് കണ്ണിന്റെ സർജറി, അപ്പം അത് നേടി തരുന്നത്. പിന്നെ അയാളെ ഞാൻ പറ്റുന്നിടത്തോളം കാലം നടക്കും നേർച്ചയുണ്ട്. എല്ലാം പിടിപ്പിക്കാൻ നേർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വിളക്കെടുപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ശൈലജ. കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്ക് വെറും ഒരു ഉത്സവമല്ല, അത് സ്വത്വത്തെക്കുറിച്ചുള്ള തിരിച്ചറിവും സമർപ്പണവുമാണ്. ഉള്ളിലെ ആണത്തത്തെയും പെണ്ണത്തത്തെയും ഒരുപോലെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഭക്തിയിലൂടെ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുകയാണ് ഈ ക്ഷേത്രം. അദൃശ്യമായ ഒരു ഊർജമായി ആകാശത്തിന് താഴെ ആ മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിൽ ഇരുന്നുകൊണ്ട് കൊറ്റൻകുളങ്ങര അമ്മ ലോകത്തിന് കരുണയുടെയും സമത്വത്തിന്റെയും വെളിച്ചം നൽകുന്നു. വരും തലമുറകൾക്കും ഈ ആചാരം ഒരു വലിയ പാഠമാണ്. ജാതിക്കും മതത്തിനും ലിംഗത്തിനുമപ്പുറം മനുഷ്യൻ ഒന്നാണെന്ന പാഠം.